ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കൺസീൽഡ് ഫ്ലഷിൻ്റെ ഹാഫ് ഫ്രെയിം നമ്മൾ എടുക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം. ഹാഫ് ഫ്രെയിം പണ്ടൊക്കെ വന്നിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1.25 ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ 4 ഇഞ്ചിൻ്റെയും ഓട്ടോമാറ്റിക് ക്ലോസറ്റിലേക്ക് കയറുന്നത് ഓൾറെഡി സെപ്പറേറ്റ് ആണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ ഓൾറെഡി ശരിക്കും ഹാഫ് ഫ്രെയിമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 4 ഇഞ്ചോളം ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന അതിൻ്റെ ആ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോറേജ് അതിൻ്റെ ആ ഏരിയ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊരു ഔട്ട്ലെറ്റ് 1.25 ഇഞ്ചിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നേരെ വരുന്നുണ്ട്. പിന്നെ ഒരു 4 ഇഞ്ചിൻ്റെ ഔട്ട്. ഇത് ക്ലോസറ്റും ഇതിലേക്ക് അതായത് ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത് ഇതിൽ നിന്നാണ് വരുന്നത്. ഇത് 2 ഹോളുകളാണ്. ക്ലോസറ്റ് ഉറപ്പിക്കുന്ന 2 ബോൾട്ട് ഇടുന്നത്, ബോൾട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് അതിലാണ്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് വീണ്ടും 2 ഹോളുകൾ കാണാൻ പറ്റും. അത് ഏതാണ് ക്ലോസറ്റ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി ഇടാൻ സാധിക്കും. ഇതിപ്പോൾ 1.25 ഇഞ്ചിൻ്റെ ഫ്രെയിമും ഇത് വരുന്നത് ഫ്രെയിമിലെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഓൾറെഡി വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഇത് തന്നെ ഫ്ലഷ് വരുന്നത്, ഫ്ലഷിൻ്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം വരുന്നത് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഫോഴ്സിലേക്ക് വെള്ളം വരുന്നത്. പിന്നെ 4 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സ് വരുന്നുണ്ട്. ഇത്രയും ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 4 ഇഞ്ചും 1.25 ഇഞ്ചും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പാണ് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഓൾറെഡി ഹാഫ് ഫ്രെയിം അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ക്ലോസറ്റ് അതിൻ്റെ അകത്തേക്ക് കയറാനും ലീക്ക് ഒരിക്കലും വിട്ടുമാറാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു. പിന്നെ ലീക്ക് മാറ്റണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫിക്സഡ് ആണ്, കറക്റ്റ് മെഷർമെൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഫ്രെയിമിൽ തന്നെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അളവ് 1 mm പോലും വ്യത്യാസം വരുന്നില്ല. കറക്റ്റായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഫ്രെയിം കറക്റ്റായിട്ട് കൺസീൽഡ് ചെയ്യണമെങ്കിൽ കൺസീൽഡ് ആ കറക്റ്റ് ലെവലിൽ തന്നെ ഭിത്തി കൺസീൽഡ് ചെയ്ത് 4 ഇഞ്ചാണ് വരുന്നത്. ഇത് നമുക്ക് അതല്ലെങ്കിൽ പുറത്ത് വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ 2 സൈഡുകൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 4 ക്ലാമ്പുകളുണ്ട്. ഈ ക്ലാമ്പുകൾ നമ്മൾ ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം താഴെ നിന്ന് കെട്ടി ക്ലിയർ ചെയ്ത് ഒരു സപ്പോർട്ട് ലെവലിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ഫ്രെയിം ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറവായിരിക്കും. ലീക്കും പരമാവധി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ഈ ക്ലോസറ്റ് വാൾ ഹാങ് ക്ലോസറ്റ് നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം ഒട്ടും ലീക്കില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന സിസ്റ്റമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും അതിൻ്റെ ലോക്ക് നമുക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വെച്ച് ഓൾറെഡി ഏതെങ്കിലും പൊസിഷനിലേക്ക് നമുക്ക് ഈ 4 ഇഞ്ചിൻ്റെ പോകുന്ന പൊസിഷനിലേക്ക് മാറ്റണമെങ്കിൽ കൂടി നമുക്ക് കറക്റ്റാക്കി മാറ്റാൻ സാധിക്കും. അത്രയും വരെ പ്രൊജക്ഷൻ ഏകദേശം ഒരു 45 ആംഗിൾ വരെ 2 സൈഡിലേക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഓൾറെഡി ബാത്റൂമിൻ്റെ അകത്ത് ഇത് സെറ്റ് ചെയ്യാമെന്നെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഭിത്തിയിൽ നിന്ന് ഒരു 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ഒരു കെട്ട് പോലെ കൊടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഭിത്തിയുടെ അകത്ത് കൺസീൽ ചെയ്ത് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഈ ഹാഫ് ഫ്രെയിം, അതായത് കൺസീൽഡ് ഫ്ലഷിൻ്റെ ഹാഫ് ഫ്രെയിം യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബാത്റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് അകത്ത് വയ്ക്കുകയാണെങ്കിൽ വയ്ക്കാം, ഭിത്തിയുടെ അകത്ത് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അതുപോലെ തന്നെ പുറത്ത് വയ്ക്കണമെങ്കിലും വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.